ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബർത്ത്ഡേ കേക്കാണ്. ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് കളറും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ടുള്ള ബർത്ത്ഡേ കേക്ക്. ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പുറത്ത് കൊടുക്കാനാണോ എന്ന് ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്ത് കൊടുക്കാനൊന്നുമല്ല, എൻ്റെ വലിയ മക്കളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ട്വിൻസാണ് അവർ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയെടുത്തതാണിത്. അപ്പോൾ അവരിത് കട്ട് ചെയ്യുന്ന വീഡിയോൻ്റെ ഒരു ക്ലിപ്പ് ഞാനിതിൻ്റെ മുൻപിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുൻപൊരിക്കൽ 1-2 ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ കേക്ക് കട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ ഒന്ന് കാണിക്കണമെന്ന്, അതുകൊണ്ടാണ് ചേർത്തത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 എഗ്ഗ് എടുത്തിട്ടുണ്ട്. 180 ഗ്രാം മൈദ, അതുപോലെ 180 ഗ്രാം പഞ്ചസാര, രണ്ടും ഒരേ അളവാണ്. കപ്പിലാണെങ്കിൽ 1.5 കപ്പ് മൈദയും 3/4 കപ്പ് പഞ്ചസാരയും. പിന്നെ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ എഗ്ഗ് നമ്മൾ ഒരു ബൗളിനകത്തേക്ക് ഇനി പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനത് ഒരു മീഡിയം സൈസ് ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ബൗളുണ്ടെങ്കിൽ, ലാർജ് സൈസ് ബൗളുണ്ടെങ്കിൽ അതിനകത്തേക്ക് തന്നെ പൊട്ടിച്ചൊഴിക്കുക. എൻ്റെ അടുത്ത് ലാർജ് ബൗൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മീഡിയം സൈസ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കുകയാണ്. എഗ്ഗിൻ്റെ സ്മെല്ല് പോയിട്ട് എഗ്ഗ് ഒന്ന് നന്നായി ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്തത്. ഇനി നമുക്കിതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5-10 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ ഇത് നന്നായി ഫ്ലഫി ആയിട്ട് വരും. ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് നിങ്ങൾ കണ്ടതാണ് ഇതിൻ്റെ അളവ്. ഇത് ഞാൻ ഫൈനലായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ബൗൾ നിറയുണ്ട്. അപ്പോൾ അത്രയും ഒരു ക്വാണ്ടിറ്റി കൂടി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ നമ്മളെ കേക്ക് നന്നായി സോഫ്റ്റായിട്ട് പൊങ്ങി വരികയുള്ളൂ. അപ്പോൾ ഒരു റിബൺ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് പീക്ക് സ്റ്റേജൊക്കെ എത്തുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ ഈ ഒരു കേക്ക് നന്നായി വരികയുള്ളൂ. കാരണം ഇതിനകത്തേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ എഗ്ഗിൻ്റെ ഫ്ലഫിനെസ്സാണ് കേക്കിന് സോഫ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ഓയിലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇനി നമുക്കിതിലേക്ക് ഈ 180 ഗ്രാം മൈദ അരിച്ച് ചേർത്ത് കൊടുക്കാം. നേരത്തെ അരിച്ച് വെച്ചതാണെങ്കിൽ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറേശ്ശെയായിട്ട് അരിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. മിക്സിങ് അല്ല ചെയ്യേണ്ടത്, അത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ മൈദ മുഴുവനായിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോഴും ഈ ഒരു ബാറ്ററിൻ്റെ വോളിയം മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാടങ്ങ് ബാറ്റർ താഴ്ന്നു പോകരുത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ കേക്ക് സോഫ്റ്റ്നെസ്സും ഉണ്ടാവില്ല, ഹാർഡായി മാറും, അതുപോലെ പൊങ്ങി വരികയില്ല. അപ്പോൾ അതിൻ്റെ ആ ബാറ്ററി കറക്റ്റ് നമ്മൾ എത്രയാണോ എഗ്ഗ് ബീറ്റ് ചെയ്തപ്പോൾ അത്ര തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ സോഫ്റ്റായിട്ടുള്ള വളരെ ഫ്ലഫി ആയിട്ടുള്ള നല്ലൊരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യണം. ഞാനിത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, ഡയറക്റ്റ് സ്റ്റൗ ടോപ്പിൽ തന്നെയാണ്. അപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മൈദ ചേർക്കുന്നതിന് മുൻപായിട്ട് ഓവന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം 180 ഡിഗ്രിയിൽ. ഞാനിപ്പോൾ ഒരു പാനിലാണ് വെക്കുന്നത്, നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. ഇതൊരു 8 ഇഞ്ചിൻ്റെ പാനാണ്. ഇത് ഞാൻ 3-4 മിനിറ്റ് ഇത് കഴുകിയെടുത്ത് ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അടിയിൽ നല്ല കട്ടിയുള്ള മറ്റൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്താണോ നിങ്ങൾക്ക്, ബട്ടറോ എന്താണോ പ്രിഫർ ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓവനിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ മൈദ മിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓവന് 10 മുതൽ 15 മിനിറ്റ് വരെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക 180 ഡിഗ്രിയിൽ. ബേക്കിംഗ് ടൈം 25 മിനിറ്റാണ്. നമ്മൾ ഇങ്ങനെ സ്റ്റൗ ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ 2-3 മിനിറ്റ്
ചൂടാക്കിയതിന് ശേഷം ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 25 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ ശരിക്കും അങ്ങ് വെന്തിട്ടില്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വരെ ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 25 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റിൻ്റെ മുൻപ് ഒരു കാരണവശാലും നിങ്ങൾ ഓവനായാലും പാനായാലും തുറക്കാനേ പാടില്ല. തുറന്നു കഴിഞ്ഞാൽ കേക്കിൻ്റെ സെൻറ്റർ കുഴിഞ്ഞു പോകും. അതുകൊണ്ട് അതിൻ്റെ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, തുറക്കാതെ തന്നെ വെക്കണം. അപ്പോൾ ഞാനിത് 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാണ്. ഇത് നന്നായി തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 25 ഉള്ളത് ചിലപ്പോൾ 30 ആവാൻ കാരണം ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെ ഒക്കെ അളവിന് അതുപോലെ ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ വരും. ഞാനിപ്പോൾ ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നന്നായി തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. അത് ഓവനിൽ ഉണ്ടാക്കിയതായാലും സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കിയതായാലും ആ പാത്രത്തിൽ നിന്ന് ഒരു അല്പം ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്തേക്ക് ഞാനിവിടെ 1.25 കപ്പ് ക്രീം വിപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ 3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഓരോ തവണയായിട്ട് ഒരല്പമായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ, സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തിട്ട് വിപ്പാക്കി എടുക്കുക. നിങ്ങൾ വിസ്കിൻ്റെ ബീറ്ററിൻ്റെ ആ വിസ്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് കുറച്ചൊരു പ്രയാസം വരുന്ന ആ ഒരു സ്റ്റേജ്, അതാണ് ശരിക്കും ക്രീമിൻ്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ക്രീം ശരിക്കും വിപ്പായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്കിതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വരുന്നത് ആ പീക്സ് അതങ്ങനെ തന്നെ നിൽക്കും. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നിർത്താം. ഇപ്പം കേക്ക് ഞാനിവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്, ക്രീമും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഞാൻ 3ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പുറത്തൊക്കെ കൊടുക്കാനായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഒരു 1.5 കിലോയുടെ കേക്കായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് വീട്ടിലേക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് 3ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പുറത്ത് കൊടുക്കാൻ 1.5 കിലോൻ്റെ കേക്കിന് ഉള്ള ഒരു മെഷർമെൻറ്റാണിത്. അപ്പോൾ ഇത് നിങ്ങൾ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.5 കിലോയുടെ കേക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നന്നായി നനച്ച് കൊടുക്കണം. ഈ കേക്കിന് മോയ്സ്ചർ ഒന്നും തന്നെ ഉണ്ടാവില്ല, അപ്പോൾ നന്നായി തന്നെ നനച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് ക്രീം വെച്ച് കൊടുക്കുന്നത്. ഞാനൊരു ഐസിങ് ബാഗിൽ ക്രീം വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നനയ്ക്കാനായിട്ട് ഉപയോഗിച്ചത് 1/4 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കലക്കിയെടുത്തിട്ടാണ് കേക്ക് നനച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1/4 കപ്പ് വെള്ളവും നമ്മൾ ഈ കേക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം, എന്നാലേ കേക്ക് സോഫ്റ്റ് ആവുകയുള്ളൂ. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ വെയിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. സെയിം പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഒന്ന് നനച്ച് കൊടുക്കുക, അതിന് ശേഷം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇത് എല്ലാ ലെയറിലും കാണിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 1.5 കിലോയുടെ കേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സ് 3 എണ്ണത്തിൻ്റെ മുകളിലും ചെയ്തിട്ട് ഫൈനൽ ലെയർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫൈനൽ ലെയർ കൂടെ ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 1/4 കപ്പ് വെള്ളം നമ്മൾ ഈ കേക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം, എന്നാലേ കേക്കിന് ആ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ
ആ വെയിറ്റും കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വാട്ടർ ഇതിൽ അപ്ലൈ ചെയ്യണം. എന്നാലേ കേക്ക് നല്ല നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റിലുള്ള കേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ഒരല്പം ക്രീമും കൂടെ ഇതിൻ്റെ മുകളിലും സൈഡിലുമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുക, അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നെക്സ്റ്റ് ലെയർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ക്രീം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പുറത്ത് വെക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഐസിങ് ബാഗിലാക്കിയിട്ട് കുറച്ചെടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ ആ ക്രീം അങ്ങനെ തന്നെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത് ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫൈനൽ കോട്ടിംഗ് കൊടുക്കുന്ന സമയത്തേക്ക് ക്രീം ലൂസായി പോകത്തൊന്നുമില്ല. ഇനി ഇതിൻ്റെ സൈഡും ഒക്കെ ഒന്ന് നന്നായി ഒന്ന് ക്രീം വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഫൈനൽ കോട്ടിങ് നല്ല തിക്കായിട്ട് തന്നെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡ് ഒരു സ്ക്രൈപ്പർ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുകയാണ്. അതിനുശേഷം മുകൾ ഭാഗവും കൂടെ ഒന്ന് വടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ അടിഭാഗത്ത് ഫുള്ളായിട്ട് കുറച്ച് പേപ്പർ മുറിച്ച് റൗണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ സൈഡൊന്ന് കളർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഡ്രൈ കളേഴ്സാണ്. അതൊന്ന് സ്പ്രേയറിൽ വരുന്ന കളേഴ്സാണ്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. 160-150 രൂപ ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് റെഡാണ്. ഏറ്റവും ബോട്ടം സൈഡിൽ റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഓറഞ്ച് കളറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അതിൻ്റെ മുകളിൽ ഒരു കേക്കിൻ്റെ 3 ലെയർ വെച്ചിട്ടുള്ള ഫസ്റ്റ് ലെയറിൻ്റെ അത്രയും ഭാഗം റെഡ് കളർ വെച്ചു, സെക്കൻഡ് ലെയറിൻ്റെ ഭാഗം ഓറഞ്ച് കളറ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് യെല്ലോ അപ്ലൈ ചെയ്യാം. കേക്കൊന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് കളറ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ജെൽ കളർ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലൂസായി പോകും. നമുക്ക് ജെൽ കളറിന് ഭയങ്കര റേറ്റുമാണ് വാങ്ങിക്കാനായിട്ട്. അത് അത്ര ഈസിലി അവൈലബിളും അല്ല. അപ്പോൾ ഇങ്ങനത്തെ കളർ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ സൈഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ പാലറ്റ് നൈഫ് വെച്ചിട്ടോ വേണമെങ്കിൽ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് അതേപോലെ തന്നെ വെക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. ഇങ്ങനത്തെ ഫ്ലവേഴ്സ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്കത് ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിമ്പിൾ ഫ്ലവർ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ആ ഫ്ലവറിനെ ഒന്ന് റെഡ് കളറിൽ സ്റ്റെയിൻ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഒരല്പം ക്രീം ഇവിടെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്ലവറും വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഏത് ടൈപ്പ് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. റോസസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുൻപ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് എനിക്കറിയാവുന്നതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ കാണിക്കാം. ഞാനിപ്പോൾ ഒരു 3-4 വിധത്തിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ ഒന്ന് സ്റ്റാർ നോസിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്.
നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ലീഫും കൂടെ വെച്ച് കൊടുക്കണം. ഇതൊക്കെ ഡെക്കറേഷനൊക്കെ അവനവൻ്റെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കേക്കിൻ്റെ വെയിറ്റിനൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. കുറച്ച് ലീവ്സും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഈ ഫ്ലവേഴ്സ് വെച്ചപ്പോൾ അതുപോലെ തന്നെ സ്റ്റാർ നോസിൽ വെച്ചപ്പോഴും ഞാനിത് കേക്കിൻ്റെ ഒരു സൈഡിലേക്ക് കൂടെ കുറച്ചങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. നിങ്ങൾ കണ്ടു കാണുന്നു കരുതുന്നു. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ഭാഗം ബ്ലൂ കളർ വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്കിൽ എഴുതുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ച് കളറും അതുപോലെ തന്നെ ഡെക്കറേഷനും ഫ്ലവേഴ്സും ഒക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ. ടിപ്പ് നമ്പർ 1 വെച്ചിട്ടാണ് നമ്മൾ കേക്കിൽ എഴുതുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഒരു ബട്ടർ പേപ്പറിൻ്റെ ഒരു കോൺ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് ക്രീം എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ഞാൻ ഇൻഷാ അല്ലാഹ് എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കേക്കിൽ എഴുതുന്നത് എന്നുള്ളത്. ഞാനത് ചെറുതായിട്ടൊന്ന് എഴുതിയത് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാനിങ്ങനെ സ്ലോ ആയിട്ട് തന്നെ കാണിക്കുന്നത്. അപ്പോൾ അറിയുന്നവർ ദയവായിട്ട് ക്ഷമിക്കണം വീഡിയോ ലോങ് ആയി പോകുന്നതിൽ. അപ്പോൾ അതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ക്രീം ബാക്കിയുണ്ട്. ആ സെയിം ടിപ്പ് വെച്ചിട്ട് ഞാൻ അടിയിൽ കുറച്ച് പേഴ്സ് പോലെ ഒന്ന് ബോട്ടം സൈഡിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഫൈനൽ കേക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ബോട്ടം സൈഡിൽ പേഴ്സ് പോലെ വെച്ച് കൊടുത്തതാണിത്. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.